ആക്ട്രസിന്റെ വെന്റിലേറ്റർ ആരോ ഓഫ് ചെയ്തു എന്ന് ജൂൺ ഓടി വന്ന് പറയുന്നു. ICUയിലേക്ക് നഴ്സ് വന്ന് നോക്കിയ സമയത്ത് വെന്റിലേറ്റർ ഓഫ് ചെയ്തിരിക്കുന്നതും തൊട്ടടുത്ത് തന്നെ യോഹാൻ നിൽക്കുന്നതുമായിരുന്നു കണ്ടത്. ഇത് ജൂൺ പറയുന്നതും ഷിയോങ് യോഹാനെ കാണാൻ വേണ്ടിയിട്ട് സെന്ററിൽ നിന്നും ഇറങ്ങി ഓടുന്നു. ഇതൊരു പോലീസ് കേസ് ആവുന്നു. ഹോസ്പിറ്റലിലേക്ക് പോലീസ് വരുന്നത് ഹോസ്പിറ്റലിന്റെ റേറ്റിംഗിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡയറക്ടർ കാങ് വളരെയധികം ദേഷ്യത്തിലാണ്. പേഷ്യന്റിന്റെ വെന്റിലേറ്റർ ഓഫ് ചെയ്തു എന്ന് വെച്ചാൽ അത് ചെറിയ സംഭവമാണോ? ഇതൊരു കൊലപാതക ശ്രമമാണ്. ഈ പേഷ്യന്റിന്റെ ചാർജുള്ള പ്രൊഫസർ യോഹാനും ആണ്, ഡോക്ടർ ഷിയോങ്ങും ആണ്. എല്ലാവരോടും സഹകരിക്കാൻ പറയണം. ഇൻവെസ്റ്റിഗേഷന്റെ റിസൾട്ട് എന്താണെന്ന് എനിക്ക് അറിയാൻ വേണം എന്ന് ഡയറക്ടർ കാങ് പറയുന്നു. ഡയറക്ടർ കാങ്ങിന്റെ പുറകെ തന്നെ യോഹാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ ക്വാനും പോകുന്നു. ഇവിടെ ഷിയോങ് MICUയിലേക്കാണ് ഓടി വരുന്നത്. പോലീസ് അവളെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. ഷിയോങ്ങിന്റെ ആന്റി അവളോട് ഡോക്ടർ യോഹാൻ ലീഗൽ ടീമിന്റെ കൂടെയാണ്. ചീഫ് മിനാണ് മിസ്റ്റർ ഹാന്റെ അടുത്തേക്ക് ഡോക്ടർ യോഹാനെ പറഞ്ഞയച്ചത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവൊന്നുമില്ലല്ലോ അല്ലേ എന്ന് സംശയത്തോടെ ചോദിക്കുന്നു. ഷിയോങ് അതിന് ഉത്തരം കൊടുക്കുന്നില്ല. പേഷ്യന്റിന്റെ കാര്യം ചോദിക്കുന്നു. പേഷ്യന്റിനെ ജനറൽ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ആന്റി പറയുന്നു. ഷിയോങ് താങ്ക്സ് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇവിടെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട്. ചീഫ് മിന്നെയും യോഹാനെ കണ്ട നഴ്സിനെയും ആണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പോലീസ് നഴ്സിനോട് സാധാരണ നിങ്ങൾ ICUയിലേക്ക് വിസിറ്റേഴ്സിനെ അലൗ ചെയ്യുന്ന സമയം എപ്പോഴാണെന്ന് ചോദിക്കുന്നു. എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറയുന്നു. ആരെയാണ് കാണുന്നതെന്നും ആ പേഷ്യന്റുമായിട്ടുള്ള റിലേഷൻ എന്താണ് എന്നും ചോദിച്ചതിന് ശേഷം നഴ്സ് വിസിറ്റേഴ്സിന് ഉള്ളിലേക്ക് കടത്തിവിടും. ആരൊക്കെ വരുന്നു എന്നതിന്റെ റെക്കോർഡ്സ് ഒന്നും അങ്ങനെ സൂക്ഷിക്കാറില്ല. വിസിറ്റേഴ്സ് വരുന്ന ആ സമയമാണ് ICU ഒക്കെ കുഴഞ്ഞു മറിയുന്ന സമയം. ഇന്ന് തന്നെ വിസിറ്റേഴ്സ് വന്നപ്പോൾ ഒരു പേഷ്യന്റിന് അസുഖം വളരെയധികം കൂടിയത് കാരണം സ്റ്റാഫ്സ് എല്ലാവരും തിരക്ക് പിടിച്ച് ഓടുമായിരുന്നു. ആക്ട്രസിന്റെ റൂം ഞങ്ങളിരിക്കുന്ന സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ്. പക്ഷേ ടേബിൾ കുറച്ച് ഹൈറ്റ് ഉള്ളത് കാരണം ഉള്ളിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് വിസിറ്റേഴ്സിനെ എങ്ങനെയാണ് MICUവിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് എന്നുള്ള കാര്യം നഴ്സ് വിവരിച്ചു കൊടുക്കുന്നു. അലാം അടിക്കാതിരുന്നിട്ട് കൂടെ എങ്ങനെയാണ് വെന്റിലേറ്റർ ഓഫായ വിവരം നിങ്ങൾ അറിഞ്ഞത് എന്ന് പോലീസ് ചോദിക്കുന്നു. 5 മണിക്ക് വിസിറ്റിംഗ് ടൈം കഴിയും. ആന്റിബയോട്ടിക്സ് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആക്ട്രസിന്റെ റൂമിലേക്ക് പോയത് എന്ന് പറഞ്ഞ നഴ്സ് പറയാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനോടുകൂടെ ചീഫ് മിനെ നോക്കുന്നു. ചീഫ് മിൻ പറയാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുന്നു. അങ്ങനെ ഞാൻ ആക്ട്രസിന്റെ റൂമിലേക്ക് പോയ സമയത്തായിരുന്നു വെന്റിലേറ്റർ ഓഫായി കിടക്കുന്നത് കണ്ടതും പെയിൻ മാനേജ്മെന്റ് സെന്ററിലെ ഡോക്ടർ യോഹാൻ അവിടെ നിൽക്കുന്നത് കണ്ടതും എന്ന് പറയുന്നു. ഹോസ്പിറ്റൽ റൂമുകളിൽ CCTV ഇല്ല എന്നുള്ള കാര്യം ചീഫ് മിനും പോലീസിനോട് പറയുന്നുണ്ട്. ഇവിടെ മിസ്റ്റർ ഹാൻ യോഹാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. നീ എന്തെങ്കിലും ഒന്ന് പറ, നീ എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുള്ളൂ. നീ ഒന്നും ചെയ്തിട്ടില്ലെന്ന് നിനക്ക് എന്താ പറയാൻ പറ്റാത്തെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്തെല്ലാം തന്നെ ഷിയോങ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യോഹാനെ. മിസ്റ്റർ ഹാൻ, പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നീ മിണ്ടാതിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ സത്യം പുറത്തു വരുന്നതുവരെ നീ ഒന്നും പറയണ്ട എന്ന് പറയുന്നതും യോഹാൻ ഇല്ല, ഞാൻ എല്ലാ ക്വസ്റ്റ്യനും സത്യസന്ധമായിട്ട് ആൻസർ പറയും, 3 വർഷം മുന്നത്തെ പോലെ തന്നെ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. അവന്റെ പേര് വിളിച്ചുകൊണ്ട് മിസ്റ്റർ ഹാനും പുറകെ പോകുന്നുണ്ട്. എന്നാൽ യോഹാൻ നിൽക്കുന്നില്ല. അവൻ ഷിയോങ്ങിനെ കോൾ ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഈ സമയത്ത് ഷിയോങ് അവന്റെ അടുത്തേക്ക് എത്തുന്നു. അവർക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അതിനു മുന്നേ പോലീസ് അവിടെ എത്തുന്നു. പോലീസിനെ കാണുന്നതും യോഹാൻ ഷിയോങ്ങിനോട് ചെവിയിൽ എന്തോ പറയുന്നു. ഈ കാര്യം ഞാൻ പ്രോമിസ് ചെയ്യുവാണ് എന്ന് അവന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോലീസ് കൊണ്ടുപോകുന്നു. എന്നാൽ പോലീസ് അല്ല അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പ്രോസിക്യൂട്ടർ സൺ ആണ്. ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അന്നേ നിന്നെ ഞാൻ വാൺ ചെയ്തതല്ലായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രോസിക്യൂട്ടർ സൺ യോഹാനോട് സംസാരിച്ചു തുടങ്ങുന്നത്. പ്രോസിക്യൂട്ടർ സൺ തന്നെ ക്വസ്റ്റ്യനിങ് തുടങ്ങുന്നു. ഇൻസിഡന്റ് നടക്കുന്ന സമയം വരെ എന്തുകൊണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഇല്ലാതിരുന്നത് എന്നാണ് പ്രോസിക്യൂട്ടർ സൺ ആദ്യം ചോദിക്കുന്നത്. സിക്ക് ലീവ് ആയിരുന്നു എന്ന് യോഹാൻ പറയുന്നു. എന്നാൽ എന്താണ് രോഗം എന്നുള്ളത് അവൻ പറയുന്നില്ല. ഇവിടെ ഷിയോങ് നേരത്തെ യോഹാൻ തന്നോട് പറഞ്ഞത് ആലോചിക്കുവാണ്. എനിക്ക് എന്ത് സംഭവിച്ചാലും ആദ്യം നീ ആയിരിക്കും അറിയാം, കാരണം ഞാൻ ആദ്യം നിന്നെ ആയിരിക്കും കോണ്ടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞ് അത് ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യുവാണ് എന്ന് യോഹാൻ പറഞ്ഞത് ഓർക്കുവാണ് അവള്. എനിക്ക് നിന്നെ വിശ്വാസമാണ് എന്ന് ഷിയോങ് ചിന്തിക്കുകയും ചെയ്യുന്നു. ടീം മെമ്പേഴ്സ് എല്ലാവരും തന്നെ കൺഫ്യൂസ്ഡ് ആയും സാഡായും ഇരിക്കുവാണ്. ഇതിന്റെ എല്ലാം തുടക്കം അവരുടെ വിഷ് ക്ലബ് ആയിരുന്നു. പോലീസ് അവരുടെ സെന്ററിലേക്ക് വരികയും ചെയ്യുന്നു. ഓരോരുത്തരെയും ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ പ്രോസിക്യൂട്ടർ സൺ എന്തിനായിരുന്നു പേഷ്യന്റിന്റെ റൂമിലേക്ക് പോയത് എന്നും എങ്ങനെയാണ് പേഷ്യന്റ് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ചാടിയത് അറിഞ്ഞത് എന്നും ചോദിക്കുന്നു. യൂൻജൂനായിരുന്നു പേഷ്യന്റ് ചാടിയ വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പേഷ്യന്റിനെ ICUയിലേക്ക് മാറ്റാൻ യോഹാനായിരുന്നു പറഞ്ഞത്. യൂൻജൂൻ കോൾ റെക്കോർഡ് പോലീസിന് കാണിച്ചു കൊടുക്കുന്നു. വെന്റിലേറ്റർ ഓഫ് ചെയ്തത് ഒരിക്കലും യോഹാനായിരിക്കില്ല എന്ന് യൂൻജൂൻ പോലീസിനോട് പറയുന്നു. പോലീസ് വേറെ ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം അവരുടെ വിഷ് ക്ലബിന്റെ ഒരു ടാഗ് കാണിച്ചു കൊടുക്കുന്നു. ഷിയോങ് ആക്ട്രസിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ടെഡി ബെയറിലെ ടാഗ്. 4:45 വിവരം അറിഞ്ഞു. 4:50 ഹോസ്പിറ്റലിലേക്ക് എത്തി. നേരെ ICUയിലേക്കായിരുന്നു പോയിരുന്നത് എന്ന് പ്രോസിക്യൂട്ടർ സൺ യോഹാനോട് ചോദിക്കുന്നു. ഞാൻ ടാക്സിയിൽ നിന്ന് ഇറങ്ങിയതും പേഷ്യന്റ് വീണ സ്ഥലമായിരുന്നു കണ്ടത്. ഞാൻ നേരെ പോയത് പേഷ്യന്റ് ചാടിയ റൂഫ് ടോപ്പിലേക്കാണ്. അവിടുന്ന് ആകാശം നോക്കി, പിന്നെ താഴേക്ക് നോക്കി. പിന്നീടാണ് ഞാൻ ICUയിലേക്ക് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ വെന്റിലേറ്റർ ഓൾറെഡി ഓഫ് ആയിരുന്നു എന്നെല്ലാം യോഹാൻ പറയുന്നു. എന്നാൽ പ്രോസിക്യൂട്ടർ സൺ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതിനിടയിലും യോഹാന് പ്രോസിക്യൂട്ടർ സണ്ണിനെ കാണാത്തതുപോലെയും
പറയുന്നത് ക്ലിയർ ആവാത്തതുപോലെയോ ഒക്കെ തോന്നുന്നുണ്ട്. യോഹാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്തത് കാരണം പ്രോസിക്യൂട്ടർ സൺ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇപ്പോൾ ഒരു കോള് വരുന്നു. ഇൻസിഡന്റിന്റെ സമയം തൊട്ടുള്ള CCTV ഫുട്ടേജ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ടീം മെമ്പേഴ്സ് എല്ലാവരും തന്നെ യോഹാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ആക്ട്രസ് ഓൾറെഡി DNR സൈൻ ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇനിയും ആക്ട്രസിന്റെ അവസ്ഥ വഷളാവുകയാണെന്നുണ്ടെങ്കിൽ CPR ചെയ്യണ്ട എന്നും അവളെ കൂടുതൽ സഫർ ചെയ്യിപ്പിക്കരുതെന്നും ആക്ട്രസിന്റെ ചേച്ചി ടീം മെമ്പേഴ്സിനോട് കരഞ്ഞു പറയുന്നു. യൂൻജൂൻ അതിന് ഓക്കെ പറയുന്നു. ഇവിടെ പോലീസും പ്രോസിക്യൂട്ടർ സണ്ണും CCTV ഫുട്ടേജ് നോക്കുവാണ്. യോഹാൻ ഹോസ്പിറ്റലിലേക്ക് വന്നതിന് ശേഷം എന്താണ് അവൻ ചെയ്തത് എന്നാണ് മെയിൻ ആയിട്ട് അവർ നോക്കുന്നത്. അവൻ ICUവിലേക്ക് ഓടിപ്പോകുന്ന ഫുട്ടേജാണ് അവർ ആദ്യം കാണുന്നത്. പ്രോസിക്യൂട്ടർ സൺ കൊല്ലാനാണെങ്കിൽ ഇവൻ എന്തിനാ പേഷ്യന്റിനെ രക്ഷിക്കാൻ പോകുന്നത് പോലെ അങ്ങോട്ടേക്ക് ഓടുന്നത്? ഇതിന്റെ മുന്നേ ഉള്ള വിഷ്വൽസ് കൂടെ കാണിക്കുക എന്ന് പറയുന്നു. ഇവിടെ യോഹാൻ ഇപ്പോഴും ആരെയോ തിരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് ആക്ട്രസിന് കാർഡിയാക് അറസ്റ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഷിയോങ് മെസ്സേജ് അയക്കുന്നു. സോ യോഹാൻ പെട്ടെന്ന് തന്നെ ആക്ട്രസിന്റെ അടുത്തേക്ക് പോകുന്നു. ടീം മെമ്പേഴ്സ് വന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് ആക്ട്രസിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന യോഹാനെയാണ്. യൂൻജൂൻ ആക്ട്രസ് DNR സൈൻ ചെയ്തിട്ടുണ്ടെന്നും ഇത് ചെയ്യാൻ പാടില്ല എന്നും പറയുന്നു. എന്നാൽ യോഹാൻ അത് കേൾക്കുന്നില്ല. ഇതേ സമയത്ത് ആക്ട്രസിന്റെ ചേച്ചിക്ക് ഒരു കോള് വരുന്നു. ആക്ട്രസിന്റെ എക്സ് ഹസ്ബൻഡാണ് വിളിക്കുന്നത്. അമ്മയെ കാണാൻ എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അയാളത് കള്ളം പറഞ്ഞതായിരുന്നു. ആ കുട്ടി ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് എന്ന് അയാൾ പറയുന്നു. ഇതെല്ലാം ഷിയോങ് കേൾക്കുന്നുമുണ്ട്. ഇവിടെ യോഹാൻ ആക്ട്രസിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആരും അവനെ ഹെൽപ്പ് ചെയ്യാതിരിക്കുന്നത് കണ്ട് മീര അവനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇവിടെ ഷിയോങ് ആ കൊച്ചിനെ തിരയുവാണ്. ആക്ട്രസ് റൂഫ് ടോപ്പിന്റെ മുകളിൽ ചാടി എന്നും ഇപ്പൊ അവൾ ICUവിലാണ് എന്നുള്ള കാര്യം ആക്ട്രസിന്റെ ചേച്ചി എക്സ് ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ആ കൊച്ച് കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ കുട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഷിയോങ് ആ കൊച്ചിനെ തിരഞ്ഞ് ഹോസ്പിറ്റൽ മുഴുവൻ അലയുവാണ്. ഇപ്പൊ അവൾ ആ കുട്ടിയെ കാണുന്നു. നീ അമ്മയെ കാണാനല്ലേ വന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോവാം എന്ന് ഷിയോങ് ആ കുട്ടിയോട് പറയുന്നു. ആ കുട്ടിയെ അമ്മയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. യൂൻജൂൻ ഇവിടെ യോഹാനെ തടയാൻ ശ്രമിക്കുവാണ്. എന്നാൽ യോഹാൻ അവനെ തട്ടിമാറ്റി ഈ പേഷ്യന്റ് പോവാനായിട്ടില്ല, ഇങ്ങനെ പോവുകയും ചെയ്യരുത്, ഇവരും ഞാനും ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നാണ് അവൻ പറയുന്നത്. ഈ കുട്ടിയെ കൊണ്ട് ഷിയോങ് വരുന്ന സമയത്ത് പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നു. CCTVയിൽ ഡോക്ടർ യോഹാന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ കുട്ടിയെ നോക്കുന്നത്. പോലീസ് ഷിയോങ്ങിനോട് ഇത് ആക്ട്രസിന്റെ മകനല്ലേ, ഞങ്ങൾക്കൊരു കാര്യം ചെക്ക് ചെയ്യാനുണ്ട് എന്ന് പറയുന്നു. യോഹാൻ വന്നപാടെ റൂഫ് ടോപ്പിലേക്ക് പോയി ആകാശമാണ് നോക്കിയത് എന്ന് പറഞ്ഞില്ലേ, അത് സത്യം തന്നെയാണ്. പിന്നെ താഴേക്ക് നോക്കിയെന്ന് പറഞ്ഞില്ലേ, അതും സത്യം തന്നെയായിരുന്നു. താഴേക്ക് നോക്കിയപ്പോഴാണ് അവൻ അവിടെ ഇരിക്കുന്ന കുട്ടിയെ കണ്ടത്. ആ കുട്ടിയോട് നീ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് യോഹാൻ സംസാരിക്കുവാണ്. വളരെ സങ്കടത്തോടെ മരണത്തെക്കുറിച്ചും മരണം കഴിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ചും ഒക്കെയാണ് ആ കൊച്ചു സംസാരിക്കുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് ആ കുട്ടിയോട് സംസാരിക്കേണ്ടത് എന്ന് യോഹാൻ അറിയുന്നില്ല. ആളുകൾ മരിക്കുന്നത് അവർക്ക് പ്രിയപ്പെട്ടവർ മറക്കുമ്പോഴാണെന്നാണ് കൊക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ അമ്മയെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി തന്റെ ഫോണ് കാണിച്ചു കൊടുക്കുന്നു. ഈ ലോകത്തെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ആളാണ് എന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി അമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് അത് ആക്ട്രസിന്റെ മകനാണ് എന്ന് യോഹാന് മനസ്സിലാവുന്നത്. മരിച്ച ശേഷം എല്ലാവരും സ്വർഗത്തിലേക്ക് പോകും. എന്റെ ഗ്രാൻഡ്മയും ഗ്രാൻഡ്പയും ഇപ്പൊ അമ്മയും സ്വർഗത്തിലേക്ക് പോയി എന്ന് സങ്കടത്തോടുകൂടെ ആകാശത്തേക്ക് നോക്കി ആ കുട്ടി പറയുന്നത് കേട്ട് യോഹാൻ, പക്ഷേ നിന്റെ അമ്മ എന്ന് പറയുന്നതും കുറച്ചു നേരം മുന്നേ എന്റെ അമ്മയും അങ്ങോട്ട് പോയി എന്ന് ആ കുട്ടി പറയുന്നു. അമ്മ ICUവിലാണെന്ന് അറിഞ്ഞ് ആ കുട്ടി ICUവിലേക്കാണ് ആദ്യം വന്നത്. വിസിറ്റിംഗ് ടൈം ആയത് കാരണവും ആ കൊച്ച് ഒരു ചോട്ടാപ്പിക്കിരി ആയത് കാരണവും വിസിറ്റേഴ്സിന്റെ ഇടയിൽ ആ കുട്ടി ഉണ്ടായിരുന്ന വിവരം നഴ്സ് അറിഞ്ഞിട്ടില്ല. ICUവിലേക്ക് വന്നതിന് ശേഷം ഒരു പേഷ്യന്റിന്റെ അസുഖം കൂടുന്നതും ഇനിയും അമ്മയെ ഇവിടെ ഇങ്ങനെ കിടത്തി വേദനിപ്പിക്കേണ്ട, സഫർ ചെയ്യിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് അമ്മയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ വേണ്ടി മക്കൾ സൈൻ ചെയ്തു കൊടുക്കുന്നതും ഡോക്ടർ വെന്റിലേറ്റർ ഓഫ് ചെയ്യുന്നതും എല്ലാം ഈ കൊച്ചു കാണുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ടാണ് ആ കുട്ടി ആക്ട്രസിന്റെ റൂമിലേക്ക് വരുന്നത്. അമ്മയുടെ കൈ പിടിച്ച് ആ കൊച്ചു ഒരുപാട് കരയുന്നു. അമ്മയുടെ മുഖം നാശമായിട്ടുണ്ടായിരുന്നു. അമ്മ ഒരുപാട് വേദനയിലാണുള്ളതെന്ന് ആന്റി അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സഫർ ചെയ്തതുകൊണ്ടാണ് അമ്മ മേലേന്ന് ചാടിയത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ എന്നാ കുട്ടി യോഹാനോട് പറയുന്നു. ആക്ട്രസിന്റെ വെന്റിലേറ്റർ ആ മോന് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നറിയുന്നതും യോഹാൻ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് അവിടുന്ന് ഓടുന്നു. ആ കുട്ടിയെ ഒരു ചെയറിലിരുത്തി നീ ഇവിടെ വെയിറ്റ് ചെയ്യേ, ഞാൻ വന്ന് നിന്നെ അമ്മേന്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹാൻ അവിടുന്ന് ഓടി ICUവിലേക്ക് വരുന്നത്. വെന്റിലേറ്റർ ഓഫായി കിടക്കുമായിരുന്നു. ഈ ടൈമിലാണ് നഴ്സ് അങ്ങോട്ടേക്ക് വരുന്നതും യോഹാനെ കാണുന്നതും. യോഹാൻ പോയത് വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് പോലീസ് വന്നതും ക്വസ്റ്റ്യൻ ചെയ്തതും ഒക്കെ പെട്ടെന്നായിരുന്നു. ആക്ട്രസിന് കാർഡിയാക് അറസ്റ്റ് ആവുന്നതിന്റെ മുന്നേ വരെ യോഹാൻ ആ കുട്ടിയെ തിരയുമായിരുന്നു. അമ്മയുടെ വെന്റിലേറ്റർ ഓഫ് ചെയ്ത കാര്യം പോലീസിനോട് പറഞ്ഞുകൊണ്ട് ആ കുട്ടി ഒരുപാട് കരയുന്നു. കുട്ടി അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്, പോലീസിനും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് ഷിയോങ് ആക്ട്രസിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ യോഹാൻ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരുപാട് നേരത്തെ പരിശ്രമം അവസാനം വിജയം കാണുന്നു.
പ്രോമിസ് ചെയ്തതുപോലെ തന്നെ യോഹാൻ ആ കുട്ടിക്ക് അമ്മയെ കാണിച്ചു കൊടുക്കുന്നു. ആ കുട്ടി അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയുന്നു. ഇതിനു വേണ്ടിയായിരുന്നു യോഹാൻ ആക്ട്രസിന്റെ ജീവൻ രക്ഷിക്കാൻ ഇത്രയും ശ്രമിച്ചത് എന്ന് ടീം മെമ്പേഴ്സിന് മനസ്സിലാവുന്നു. സത്യം മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും പ്രോസിക്യൂട്ടർ സൺ യോഹാനെ മീറ്റ് ചെയ്ത് സംസാരിക്കുന്നു. അപ്പൊ നീ വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. പിന്നെ നീ എന്തുകൊണ്ടാണ് നേരത്തെ ഇത് പറയാതിരുന്നത് എന്ന് പ്രോസിക്യൂട്ടർ സൺ ചോദിക്കുന്നു. കണ്ണു തുറക്കുന്ന സമയത്ത് തന്റെ വെന്റിലേറ്റർ ഓഫ് ചെയ്തതിന് സ്വന്തം മകനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആ അമ്മ അറിയണ്ടെന്ന് എനിക്ക് തോന്നി എന്ന് യോഹാൻ അതിന് ഉത്തരം കൊടുക്കുന്നു. ഇതേ സമയത്ത് ഇവിടെ ആക്ട്രസ് കണ്ണു തുറക്കുന്നു. തന്റെ തൊട്ടടുത്ത് അമ്മയെന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മോനെ കാണുന്നതും വിശ്വാസം വരാതെ ആക്ട്രസിന്റെ കണ്ണ് നിറയുന്നു. ആ കുട്ടിയെ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. ഇവിടെ പ്രോസിക്യൂട്ടർ സൺ അമ്മയെ കൊന്നു എന്നുള്ള കുറ്റബോധം ആ കുട്ടിക്ക് വരരുത് എന്നും നീ വിചാരിച്ചു. അതുകൊണ്ടാണോ നീ പേഷ്യന്റ് എഴുന്നേക്കുന്നത് വരെ ടൈം ആക്കാൻ നോക്കിയത് എന്ന് ചോദിക്കുന്നു. യോഹാൻ ശരിയാണ്, അതൊരു കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾ ആ കുട്ടിയെ വെറുതെ വിടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നിയമം ലംഘിച്ചതിന് പണിഷ്മെന്റ് വാങ്ങുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാനിവിടെ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് അറിയാൻ ചെയ്യാം എന്ന് യോഹാൻ പറയുന്നു. ഈ ഒരു കാര്യത്തിൽ യോഹാനെ തെറ്റിദ്ധരിച്ചതായിരുന്നു എന്ന് പ്രോസിക്യൂട്ടർ സണ്ണ് മനസ്സിലാവുന്നു. യോഹാനോട് വീണ്ടും വീണ്ടും സംസാരിക്കുന്നതിനനുസരിച്ച് തന്റെ പേഷ്യന്റിന്റെ നല്ലതിനു വേണ്ടി എന്ത് കാര്യവും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് യോഹാൻ എന്ന് പ്രോസിക്യൂട്ടർ സൺ റിയലൈസ് ചെയ്യുന്നു. യോഹാൻ അവിടുന്ന് പോകുന്നതും പോലീസ് അങ്ങോട്ടേക്ക് വരുന്നു. പോലീസ് ഡോക്ടർ യോഹാന്റെ കാര്യത്തിൽ ഡോക്ടർ ഷിയോങ് പറഞ്ഞ കാര്യം ഇതാണ്, അച്ഛന്റെ കാര്യവും അവൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഫയല് പ്രോസിക്യൂട്ടർ സണ്ണ് കൊടുക്കുന്നു. പോലീസിനോട് താങ്ക്സ് പറഞ്ഞ് അന്ന് പ്രോസിക്യൂട്ടർ സണ്ണ് വിയേർഡായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു പെയിന്റിംഗ് ഇല്ലേ, ആ പെയിന്റിങ്ങിന്റെ ടൈറ്റില് ആ പോലീസ് ഓഫീസറിന്റെ നോട്ട്ബുക്കിൽ എഴുതുന്നു. ഇതെന്താണെന്നൊന്ന് നോക്കിയിട്ട് അന്വേഷിച്ച് പറയാവോ എന്ന് ചോദിക്കുന്നു. പോലീസ് അതിന് ഓക്കെ പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇവിടെ ടീം മെമ്പേഴ്സ് ആ കുട്ടിക്ക് 8 വയസ്സായിട്ടുള്ളൂ, ചെയ്യുന്നത് തെറ്റാണ്, പണിഷ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊന്നും ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കേസാവാനും പണിഷ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കുറവാണ് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് ആക്ട്രസിന്റെ ചേച്ചി അങ്ങോട്ട് വരുന്നു. അനിയത്തിയെ മരണത്തിന് വിട്ടുകൊടുക്കാത്തതിന് താങ്ക്സ് പറയാൻ വന്നതായിരുന്നു. ഡോക്ടർ യോഹാനാണ് ഗിവപ്പ് ചെയ്യാതിരുന്നത്, പക്ഷെ ഡോക്ടർ ഇവിടെ ഇല്ല എന്ന് ജൂൺ പറയുന്നു. ഡോക്ടർ യോഹാനോട് എന്തായാലും താങ്ക്സ് പറയുമെന്ന് ചേച്ചി പറയുന്നു. ആക്ട്രസ് കോൺഷ്യസ് ആയിട്ടുണ്ട്, അവസാന ദിവസങ്ങൾ മകന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്ന് ചേച്ചി അവരോട് പറയുന്നു. ഇപ്പൊ യോഹാൻ റൂഫ് ടോപ്പിലാണ്. എനിക്ക് വേദന അറിയാത്തത് കാരണം വേദന അറിയുന്ന എൻ്റെ പേഷ്യൻസിനോട് എനിക്ക് ക്യൂരിയോസിറ്റി ആണോ അതോ സഹതാപമാണോ തോന്നുന്നത് എന്നായിരുന്നു നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ കണ്ടുപിടിച്ചു. സഹതാപവും അല്ല, ക്യൂരിയോസിറ്റിയോ അല്ല, എമ്പതിയാണ്. വേദന അറിയുന്നവർക്കും അറിയാത്തവർക്കും മരണത്തെ പേടിയാണ്. പേടിപ്പെടുത്തുന്ന ആ സമയത്ത് എൻ്റെ പേഷ്യൻസിന്റെ കൂടെ ഇരിക്കാനാണ് എനിക്കിഷ്ടം എന്ന് യോഹാൻ ചിന്തിക്കുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ഇന്ന് ഡോക്ടർ തന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു അത്. ഇപ്പൊ ഷിയോങ് അങ്ങോട്ട് വരുന്നു. യോഹാൻ ഇപ്പൊ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് ആക്ട്രസിന്റെ കേസ് ഓർത്തുകൊണ്ട് മാത്രമല്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൾ അവന്റെ കണ്ടീഷൻ ചോദിക്കുന്നു. എന്നാൽ യോഹാൻ അതിനൊരു ഉത്തരം കൊടുക്കാതെ പോകാൻ നിൽക്കുവാണ്. ഷിയോങ് നീ ഓക്കെയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തലയാട്ടിയാ മതി എന്ന് പറയുന്നു. യോഹാൻ തലയാട്ടുന്നില്ല. ഇത് കണ്ട് ഷിയോങ് സാഡ് ആയിക്കൊണ്ട് നീ ഇപ്പൊ ഓക്കെ അല്ല, പിന്നീട് ഓക്കെ ആവും, എന്നുണ്ടെങ്കിലും തലയാട്ട് എന്ന് പറയുന്നു. എന്നാൽ അവൻ അതിനും ഒന്നും മിണ്ടുന്നില്ല. നീ ഇപ്പൊ ഓക്കെ അല്ല, ഇനി ബെറ്റർ ആവുകയുമില്ല എന്നാണെങ്കിൽ എന്ന് പറഞ്ഞ് അവൾക്ക് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ എന്നാണ് യോഹാൻ ചോദിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിൽ നിന്നും അവന്റെ രോഗത്തിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ഷിയോങ്ങിന് മനസ്സിലാവുന്നു. കണ്ണു നിറഞ്ഞുകൊണ്ട് ഷിയോങ് എന്നെ കംഫേർട്ട് ചെയ്യേ എന്ന് പറയുന്നു. എനിക്കാണ് കംഫേർട്ട് ആവശ്യമായിട്ടുള്ളത് എന്ന് യോഹാൻ പറയുന്നതിന് പക്ഷേ നിന്നെ നഷ്ടപ്പെടുന്നത് എനിക്കാണ് എന്നാണ് ഷിയോങ് റിപ്ലൈ കൊടുക്കുന്നത്. അവളുടെ ഈ ഉത്തരം കേട്ട് യോഹാൻ അവളുടെ അടുത്ത് പോകുന്നു, അവളെ ഹഗ് ചെയ്യുന്നു. ഷിയോങ് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. യോഹാൻ അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി എപ്പിസോഡ് ഇവിടെ തീരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.